Hello friends, welcome to SAT, Sunday Institution Center, Madathambadi and Puthamelkara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit sundayinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് +1 11ാം ക്ലാസ്സിലെ മാത്സ്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്. Part 1 Sets. The topic to be covered in this lesson are sets and their representations, the empty set, finite and infinite sets, equal sets, subsets, subsets of a set of real numbers, intervals as subsets of R, power set, universal set, Venn diagrams, operations on sets, union of sets, intersection of sets, difference of sets, complement of sets, practical problems on union and intersection of two sets. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം SSLCക്ക് നമ്മൾ മാത്സിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒത്തിരി കമൻറ്റ്സ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടികൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ +1 +2 മാത്സ് നമ്മൾ ഈ വർഷം കവർ ചെയ്യാൻ പോവുകയാണ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ആൻഡ് വാച്ച് റെഗുലർലി. ഓക്കെ. സെറ്റ്സ് ആൻഡ് their representations. First one, what is set? A set is a well-defined collection of objects. Set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a well-defined collection of objects. For example, നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം, സപ്പോസ് എ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ് ഇറ്റ്സ് എ സെറ്റ്. ക്ലിയർ? ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, നെയ്മലി AEIOU, ഇറ്റ് ഇസ് എ സെറ്റ്. എന്തുകൊണ്ടത് സെറ്റ് ആവുന്നു? ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്തുവാവാം? AEIOU ഒരു കളക്ഷൻ, ഒരു കൂട്ടമാണ് അല്ലേ? ഇറ്റ്സ് വെൽ ഡിഫൈൻഡ്. ഓക്കെ. വെൽ ഡിഫൈൻഡ് മീൻസ് അതിനൊരു തുടക്കമുണ്ട്, അതിന് എന്താണ് ഒടുക്കവുമുണ്ട്. ഇറ്റ്സ് എ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. ഓക്കെ. ഇങ്ങനെ നീണ്ടു പോകുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, 10ൽ താഴെയുള്ള ഒറ്റ സംഖ്യകൾ അതൊക്കെയാണ് 9, 7, 5, 3, 1. യെസ്, ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ്. ഇപ്പോൾ വാട്ട് ഈസ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. Set is a well-defined collection of objects. Clear? Okay. So above examples are well-defined collection of objects. So these are sets. അപ്പോൾ well-defined അല്ലാത്ത ഒരു എക്സാമ്പിൾ ഒന്ന് സാർ പറഞ്ഞുതരുമോ? പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സെറ്റ് എഴുതണം. സെറ്റ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. നിങ്ങൾ സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിലും ഓക്കെ 12th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികൾ ഒരേ സമയം 9th പഠിക്കണം, 12th പഠിക്കണം. ആ കുട്ടികളുടെ ഒരു സെറ്റ് കണ്ടെത്താൻ പറയാം. കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഒരു കുട്ടി ഒന്നില്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ, അല്ലെങ്കിൽ എവിടെയായിരിക്കും 12ാം ക്ലാസ്സിൽ. 2 ക്ലാസ്സിലും കൂടി ഒരു കുട്ടി പഠിക്കുമോ? ഇല്ല അല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അതെന്തല്ല, ഒരു സെറ്റ് അല്ല. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നല്ല ഭംഗിയുള്ള 4 കുട്ടികളെ ഇവിടെ സെറ്റ് എടുക്കാൻ പറയാം. ബ്യൂട്ടിഫുൾ 4 സ്റ്റുഡൻസ്. മനസ്സിലായോ? ഗ്ലാമർ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ 4 പേരുടെ പേര് എഴുതി. ഓക്കെ. വേറൊരാൾ വേറെ 4 പേരുടെ പേര് എഴുതാം. കാരണം ഈ ബ്യൂട്ടി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് ബ്യൂട്ടി ആയിട്ട് തോന്നുന്ന ഒരാളെ വേറൊരാൾക്ക് ബ്യൂട്ടി ആയിട്ട് തോന്നണമെന്നില്ല. സോ ഒരു 4 പേര്, നല്ല ഭംഗിയുള്ള 4 പേരുടെ സെറ്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താണ്? അത് എന്താണ്? വെൽ ഡിഫൈൻഡ് അല്ല. മനസ്സിലായോ? ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഒന്നിനേക്കാൾ വലുത്, ഒന്നിനേക്കാൾ വലുതും അതുപോലെ തന്നെ 2നേക്കാൾ ചെറുതുമായ, ഒന്നിനേക്കാൾ വലുതും 2നേക്കാൾ ചെറുതുമായ ഒരു എണ്ണൽ സംഖ്യയുടെ സെറ്റ് എടുക്കാൻ പറ്റും. ഇസ് ഇറ്റ് പോസിബിൾ?
ഒന്നിനേക്കാൾ വലുതും രണ്ടിനേക്കാൾ ചെറുതുമായ എണ്ണൽ സംഖ്യ. അങ്ങനെ ഒരു സംഖ്യ ഉണ്ടോ? ഇല്ല. അനദർ എക്സാമ്പിൾ 5. 5-നേക്കാൾ ചെറുത്. മനസ്സിലായോ? 6-നേക്കാൾ എന്താണ് വലുത്. 5-നേക്കാൾ ചെറുതായിരിക്കണം, 6-നേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ ഒരാളുണ്ടോ? 5-നേക്കാൾ ചെറുത് 6-നേക്കാൾ വലുത്? ഒരിക്കലും വരില്ല. സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് ആൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ക്ലിയർ? ഇറ്റ്സ് വെരി സിമ്പിൾ. സോ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആർ നോൺ ആസ് വാട്ട്? സെറ്റ്സ്. സോ നമ്മുടെ ചാപ്റ്റർ ഇതാണ്, സെറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, നോ ഡൗട്ട്. സോ answer these questions. Which of the following are sets? The collection of all the months of year beginning with the letter J. ജയിൽ ആരംഭിക്കുന്ന എല്ലാ മാസങ്ങളും നമുക്കറിയാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ? ജൂൺ, പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. So these are the elements of this set. The collection of all the months of year beginning with the letter J. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മളതിനെ സെറ്റായിട്ട് എഴുതണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിന് നമ്മൾ യൂഷ്വലി ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. സപ്പോസ് എ എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ ലെറ്റർ ഇസ് ഈക്വൽ ടു സെറ്റിൻ്റെ നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിനകത്ത് ഇടാം. ഓക്കെ, ക്ലിയർ? അതിനകത്ത് ഇതിൻ്റെ എലമെൻറ്റ്സ് ജാനുവരി, ജൂൺ, ജൂലൈ നമ്മൾ കോമയിട്ട് തിരിച്ച് കാണിക്കും. ഓക്കെ, ഇതിൻ്റെ എലമെൻറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. സോ ഇറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് objects. It is a set. Okay, so ഇതെന്താണ്? സെറ്റ് ആണ്. അടുത്തത് the collection of 10 most talented writers of India. ഇന്ത്യയിലെ 10 നല്ല ടാലന്റ്, കഴിവുള്ള എഴുത്തുകാർ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരാൾ ടാലന്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പലരുടെയും കാഴ്ചപ്പാട് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് 10 പേരെ കണ്ടെത്തുക ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. So it is not well defined. It is not a set. A set alla. A team of 11 best cricket batsmen of the world. ഈ ലോകത്തിലെ 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ. അതെങ്ങനെ? ചിലർ റൺസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലർ എന്താണ് റൺ റേറ്റ് അടിസ്ഥാനത്തിലായിരിക്കും, ചിലർ വെൽ ബാറ്റിംഗ് 4 or 6 ഒക്കെ അടിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ പലതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പലരും ബെസ്റ്റ് ആയിട്ട് തോന്നേക്കാം. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് വെൽ ഡിഫൈൻഡ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, 11 പേരെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം എന്താണ്? ഓരോരുത്തരും കാഴ്ചപ്പാട് വേറെയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അതെന്തല്ല, ഒരു സെറ്റ് അല്ല. ഓക്കെ, അനദർ എക്സാമ്പിൾ ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഇസ് സെറ്റ്. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളുടെയും പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ്. സപ്പോസ് ക്യാപിറ്റൽ ലെറ്റർ ബി, സെറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര് എഴുതി ഓക്കെ ക്ലോസ്. സെറ്റ്. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം. 99, 98, 97 അങ്ങനെ തുടങ്ങി 1 വരെ അല്ലേ? ഇറ്റ്സ് എ സെറ്റ്, വെൽ ഡിഫൈൻഡ് സെറ്റ്. സപ്പോസ് സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താം? 100-ൽ താഴെ എന്ന് പറയുമ്പോൾ 1 to 2 എക്സെട്ര അവസാനം 99 ക്ലോസ് ചെയ്യാം. ഇറ്റ്സ് എ സെറ്റ്, വെൽ ഡിഫൈൻഡ് സെറ്റ്. ബിക്കോസ് അതിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്. കണ്ടോ? കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ സെറ്റ്, വെൽ ഡിഫൈൻഡ്. എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ കൂട്ടം. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം എഴുതിയ നോവലുകളുടെ പേരുകൾ എടുത്ത് എഴുതിയാൽ എന്താണത്? വെൽ ഡിഫൈൻഡ് ആണ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. എല്ലാ ഇരട്ടസംഖ്യകളും ഇൻറ്റിജേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരും. ഇരട്ടസംഖ്യകൾ ഒത്തിരി ഉണ്ടല്ലേ? 2, 4, 6, 8 അങ്ങനെ അറ്റം വരെ പോകും. സോ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് ഇതെന്തല്ല? സെറ്റല്ല. ദ കളക്ഷൻ ഓഫ് ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മൾ ഈ പാഠം പഠിക്കും, ഈ പാഠത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ഒരു സെറ്റാക്കിയല്ല. യെസ്, ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. നമുക്കറിയാം ഒരു പാഠത്തിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ നമ്പർ എണ്ണി വയ്ക്കാൻ മതി. ഓക്കെ. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദി വേൾഡ്. വളരെ അപകടം പിടിച്ച അനിമൽസിന്റെ ഒരു സെറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ചിലർ പാമ്പിനെ വരെ തോളത്തിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ചിലർക്ക് പാമ്പിനെ പേടിയായിരിക്കും, ചിലർക്ക് പല്ലിനെ പേടിയാണ്, ചിലർക്ക് പല്ലിനെ പേടിയില്ല. അതുകൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ് ഓരോരുത്തരെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് it is not a well defined collection, it is not a set. Okay, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെയാണ് സെറ്റ് അല്ലാത്തത്? The collection of questions in chapter, set. The collection of all even integers, not set. Collection of novel written by Munshi Premchand, set. The collection of all natural numbers less than 100, set. The collection of all boys in your class, set. A team of 7 best scribblers in the world, not set. The collection of 10 most talented writers of India, not a set. The collection of all the elements of their beginning with the letter set. Clear? It's very simple. Set is a well-defined collection of objects. Sets are usually denoted by the capital letters A, B, C, X, Y, Z വരെ ഏത് ലെറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, the elements of a set are represented by small letters. അതിൻ്റെ അകത്തുള്ള എലമെന്റ്സിന് നമ്മൾ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചാണ് രേഖപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, the set V, capital V of vowels in the English alphabet. ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് നമുക്ക് എഴുതാം. V, set, അങ്ങനെ സ്മോൾ ലെറ്റർ A, E, I, O, U. Yes, it's a well defined collection. Clear? ഇതിനകത്ത് A ഇതിനകത്ത് ഒരു എലമെന്റ് ആണ്. അപ്പം നമ്മൾ A belongs to ഒരു E കാണിക്കും. V A ഇതിനകത്ത് ഒരു എലമെന്റ് ആണ്. E ഓ? യെസ്, E ഒരു എലമെന്റ് ആണ്. E belongs to V. V എന്ന് പറയുന്ന സെറ്റിലെ അംഗമാണ്, മെമ്പറാണ്, അല്ലെങ്കിൽ അതിനകത്ത് എലമെന്റ് ആണ് ആര്? E. B, capital small letter B belongs to V. ശരിയാണോ? നോ, ശരിയല്ല. കാരണം എന്താ? B ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെട്ടിടണം. ക്ലിയർ? അപ്പോൾ അതിനകത്ത് എലമെന്റ് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിൾ ബിലോങ്സ് ടു. ഓക്കെ, എലമെന്റ് അല്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സിമ്പിൾ ഇതിങ്ങനെ എഴുതിയിട്ടൊരു വെട്ട്. ക്ലിയർ? അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ A belongs to V, but B not belongs to capital V. Okay, if small letter A is an element of set A, we say that A belongs to A. The Greek symbol E, epsilon എന്നാണ് അതിന്റെ പേര്. Okay, is used to denote the phrase belongs to. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഉപയോഗിച്ചതിന്റെ അർത്ഥം ഇയാൾ ഇതിനകത്തെ അംഗമാണെന്നാണ്, അതിനകത്തെ മെമ്പർ ആണ്, എലമെന്റ് ആണ്. Thus we write A belongs to capital A. If B is not an element of set A, we write B not belongs to A and read B does not belongs to A. Clear? Okay, so let A is equal to 1, 2, 3, 4, 5, 6. Insert the appropriate symbol belongs to or does not belongs to in the blank spaces. For example, 5. നിങ്ങൾ നോക്കൂ, 5 ഇതിനകത്ത് ഉണ്ടോ? ഉണ്ട് തേന. യെസ്. സോ ഇവിടെ ഉപയോഗിക്കേണ്ട സിമ്പിൾ 5 belongs to A. നെക്സ്റ്റ് 8. 8 ഉണ്ടോ ഇതിനകത്ത്? നോ. 8 നോട്ട് ബിലോങ്സ്. അപ്പോൾ എന്താ ഇടുന്ന സിമ്പിൾ? ഇങ്ങനെ എടുത്തിട്ട് നോട്ട് ബിലോങ്സ് ടു A. അടുത്തത് 0. 0 ഉണ്ടോ? ഇല്ല. അപ്പോൾ നോട്ട് ബിലോങ്സ്. അടുത്തത് 4. 4 ഉണ്ടല്ലേ? 4 കിടക്കുന്നു. അപ്പോൾ 4 belongs to, മെമ്പർ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ 2. 2 ഉണ്ട്. യെസ്, 2 belongs to A. നെക്സ്റ്റ് 10. 10 ഉണ്ടോ? ഇല്ല. അപ്പോൾ നോട്ട് ബിലോങ്സ് ടു. ഓക്കെ, visit part 2, representation of sets. Thank you. Please subscribe to our YouTube channel for new updated videos. Please like and share these videos. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.